ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം ഒരു ഫോണ്ട് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഫോണ്ട് അഥവാ ടൈപ്പോഗ്രാഫി എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മേഖലയാണ്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ടുന്ന ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു വലിയൊരു മേഖലയാണ്. പക്ഷേ എല്ലാ ആൾക്കാർക്കും എല്ലാ കാര്യങ്ങളും അതുപോലെ പഠിച്ച് അതിൻ്റെ കൃത്യമായ രീതിയിൽ തന്നെ എപ്പോഴും എല്ലാം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ് ഇമ്പോസിബിൾ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ആർട്ടിസ്റ്റിക്കൽ നോളജ് വെച്ചിട്ട് നമുക്കുള്ള നോളജുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഒരു സ്വന്തമായിട്ടുള്ള ഒരു ഫോണ്ട് ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് മെത്തേഡുകളാണ് നമ്മളിന്നിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയുന്ന ഡിസൈനേഴ്സ്, ഇത് ഡിസൈനേഴ്സിന് വളരെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. അതുപോലൊപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആദ്യത്തെ ഒരു മെത്തേഡ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായി നമ്മളിവിടെ നോക്കാൻ പോകുന്നത് calligrapher.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റിനെ കുറിച്ചാണ്. calligrapher.com. ഓക്കെ, അതാണ് കാലിഗ്രാഫർ. അപ്പോൾ calligrapher.com എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫോണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം. അത് എല്ലാ ഡിസൈനേഴ്സിനും, അത് ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ പോലും അവർക്ക് അവരുടെ സ്വന്തം ഭാവനയിലുള്ള ഫോണ്ടിനെ കുറിച്ചുള്ള അവരുടെ ഒരു ഗ്രാഹ്യം ഒരു പേപ്പറിൽ വരച്ചുണ്ടാക്കി അല്ലെങ്കിൽ പേപ്പറിൽ എഴുതിയതിന് ശേഷം അതിനെ നമുക്ക് സിമ്പിളായിട്ട് ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ വെബ് പോർട്ടലാണ് ഇതെന്ന് പറയുന്നത്. അതിന് ആദ്യമായി നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ഇവിടെ വന്ന് ഗെറ്റ് സ്റ്റാർട്ടഡ് ഫോർ ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഇതൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇവിടെ നിങ്ങൾക്കൊരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. അതുപോലെ പാസ്വേഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി അക്കൗണ്ട് എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യുകയാണ്. uxuimania@gmail.com എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് ലോഗിൻ ചെയ്തു. ഓക്കെ, ലോഗിൻ ചെയ്ത് ഈ സൈറ്റിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് എ ടെംപ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ക്രിയേറ്റ് എ ടെംപ്ലേറ്റ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ വന്നതിന് ശേഷം ക്രിയേറ്റ് ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് പോകും. ഈ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ബേസിക് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അതിനോടൊപ്പം കുറച്ച് കോമൺ സ്ക്രിപ്റ്റുകൾ, കുറച്ച് മിസ്ലേനിയസ്, ലാംഗ്വേജസ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ലെഫ്റ്റിലായിട്ട് കിടക്കുന്നതാണ്. അതിൽ നിങ്ങൾക്ക് ഓരോന്നായിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് കാണാം. അത് തന്നെ മിനിമൽ ഇംഗ്ലീഷ്, മിനിമൽ ജർമ്മൻ, ഫ്രഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ലാംഗ്വേജ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ കുറേ കോമൺ സ്ക്രിപ്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ ലാംഗ്വേജും കാണാം. അതിന് നമ്മുടെ മലയാളവും ഇതിനകത്തുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ വന്ന് ലാംഗ്വേജ് സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഏത് ലാംഗ്വേജ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ലെഫ്റ്റിലായിട്ട് ഇംഗ്ലീഷ് കണ്ടോ, ഇംഗ്ലീഷ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലെഫ്റ്റ് ടോപ്പിലായിട്ട് ഡൗൺലോഡ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞൊരു മെനു കാണാം. ഇത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പോപ്പപ്പ് വരും. ഈ ഒരു പോപ്പപ്പിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ഇവിടെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിന് ശേഷം നിങ്ങൾക്ക് PDF-ഉം PNG-യും ചൂസ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സൈസ് ഓഫ് ടെംപ്ലേറ്റ് സെൽ എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കേണ്ട ഫോണ്ട് അത് നമ്മുടെ സ്വന്തമായിട്ട് ഒരു പേപ്പറിൽ പേനയുടെയോ പെൻസിലിൻ്റെയോ സഹായത്തോടു കൂടി വരച്ച് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ആ വരച്ച് ഉണ്ടാക്കാനുള്ള ഒരു പേപ്പർ ആണ്, അല്ലെങ്കിൽ പേപ്പർ പ്രിൻ്റ് എടുക്കാൻ വേണ്ടുന്ന ഒരു ഫയലാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ ആദ്യം കിട്ടുന്നത്. അത് PDF വെർഷനിലെടുക്കാം, PNG വെർഷനിലെടുക്കാം. PDF എടുത്താൽ അത് വെക്ടറായിട്ട് കിട്ടും, കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ആയിരിക്കും. അതൊരു A4 സൈസ് പേപ്പറിൽ നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ആ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം അതിനകത്ത് A to Z ലെറ്ററുകൾ എഴുതി കൊടുക്കാനുള്ള ഒരു ബോക്സുകൾ കാണും. അതായിട്ട് അവിടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഭാവനയിൽ, നിങ്ങളുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ അവിടെ നമുക്ക് എഴുതി വയ്ക്കാം. അത് നമുക്ക് ഒരെണ്ണം ഡൗൺലോഡ് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് അത് കാണുന്നതെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ ഞാൻ uxuimania എന്ന് പേര് കൊടുത്തതുകൊണ്ട് uxuimania.pdf എന്ന് പറഞ്ഞൊരു ഫയൽ കാണാം. അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ ഡൗൺലോഡ് ആകുന്നു. കണ്ടോ, ഇതുപോലെ ഒരു PDF ഫയൽ കിട്ടും. ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾക്ക് അക്ഷരങ്ങൾ എഴുതി നിങ്ങളുടെ പേനയും പേപ്പറും പെൻസിലൊക്കെ വെച്ചിട്ട് നിങ്ങളിത് പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നല്ല സൂപ്പറായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതിനകത്ത് എഴുതുക. ഓക്കെ, അതിനകത്ത് എല്ലാ ലെറ്റേഴ്സുകളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 1 2 3 എല്ലാം അതിനകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഫോണ്ടുമായിട്ട് വേണ്ടുന്ന എല്ലാ അക്ഷരങ്ങളുടെയും ഏരിയ അതിനകത്തുണ്ട്. അത് നമുക്ക് നമ്മുടെ രീതിയിൽ സ്വന്തമായിട്ട് നല്ലതുപോലെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണ്ട് ഇതിനകത്ത് വരച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്.
ഓക്കെ, വരച്ചുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ഈ പോർട്ടലിലേക്ക് വരിക. ഈ റൈറ്റ് സൈഡിലായിട്ട് മൈ ഫോൺസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. മൈ ഫോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ടെംപ്ലേറ്റ് കണ്ടോ, അപ്ലോഡ് ടെംപ്ലേറ്റ് എന്ന് പറയുന്നൊരു മെനു കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വരച്ചുണ്ടാക്കിയ ആ പേപ്പറിൽ നിങ്ങൾ ഉണ്ടാക്കിയ പേപ്പറിനെ സ്കാൻ ചെയ്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിട്ടോ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് ആദ്യമേ ഇൻസേർട്ട് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇവിടെ ചൂസ് ഫയൽ എന്ന് പറയുന്നത് ഈ ഒരു സെലക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ജനറേറ്റ് ഫോണ്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ വരും. അവിടുന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വരച്ചുണ്ടാക്കിയ ആ പേപ്പറിലുണ്ട് അതേ ലെറ്ററുകളെ ഫോണ്ടായിട്ട് കൺവേർട്ട് ചെയ്ത് തരും. ഞാനിപ്പോൾ ഇവിടെ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ ആ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് ആ PDF-ൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ അക്ഷരങ്ങളെ എഴുതി ഉണ്ടാക്കാം. അതിനുശേഷം നിങ്ങൾ സ്കാൻ ചെയ്തതിന് ശേഷം ഈ ഒരു ബട്ടണിലോട് കൂടി നിങ്ങൾക്ക് അപ്ലോഡ് ടെംപ്ലേറ്റ് കൊടുത്തുകൊണ്ട് അപ്ലോഡ് ചെയ്യുക. ജനറേറ്റ് ഫോണ്ട് എന്ന് പറഞ്ഞൊരു ബട്ടൺ വിടും. അവിടുന്ന് നിങ്ങൾക്ക് ആ ഫോണ്ട് ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡുകളെല്ലാം നിങ്ങൾ 1 by 1 ആയിട്ട് ബാക്കിലൂടെ നല്ലപോലെ സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ശ്രദ്ധിച്ചു വരിക. ഇതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് ആ ഫോർമാറ്റ് ഏതാണെന്ന് ലാംഗ്വേജ് ചൂസ് ചെയ്ത് ആ PDF ഫയൽ എടുത്ത് അത് നിങ്ങളൊരു A4 പേപ്പറിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. ദെൻ ആ പേപ്പറിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നല്ലപോലെ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് സ്റ്റൈലിൽ A to Z നിങ്ങൾ എഴുതി ഉണ്ടാക്കുക. അതിനെ സ്കാൻ ചെയ്യുക. അതിനുശേഷം ഈ മൈ ഫോണ്ട് സെക്ഷനിൽ വന്ന് അപ്ലോഡ് ചെയ്യുക. ഫോണ്ടായിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അതിനോടൊപ്പം തന്നെ ഇതുപോലെ വളരെ സൂപ്പർബായിട്ടുള്ള ഒരു വെബ്സൈറ്റും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, അതിനായി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് fontsstruct.com എന്ന് പറയുന്നൊരു വെബ്സൈറ്റ് ആണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ, വളരെ ഈസി ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ സൈൻ ഇൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് വെച്ചിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ഓൾറെഡി അക്കൗണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ മെയിൽ ID യും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലൊരു സിമ്പിളായിട്ടൊരു പേജിലേക്ക് എത്തും. ആ ഒരു പേജിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈ ഫോൺസ്ട്രക്റ്റിനകത്ത് ന്യൂ ഫോൺസ്ട്രക്ഷൻ എന്ന് പറയുന്നിട്ട് ഒരു ബട്ടൺ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ്ടിൻ്റെ നെയിം എന്ത് വേണമെന്നുള്ളത് ഇവിടെ ചോദിക്കും. അവിടെ നമുക്ക് uxuimania അതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഫോണ്ടിൻ്റെ പേര് എന്ത് വേണോ ആ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ട് ഫോൺസ്ട്രക്റ്റിംഗ് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ആ ഒരു പേജ് നമ്മൾ ഇതുപോലെ ഒരു ഗ്രിഡ് ആയിട്ടുള്ള ഒരു പേജ് ലേഔട്ടിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യും. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറേ ടൂൾസ് ഒക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഈ കാണുന്നത് പോലെയൊക്കെ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ കാണുന്ന ഗ്രിഡിലാണ് നമ്മൾ നമ്മുടെ ഫോണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഫോണ്ട് വരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള ബ്രഷ് സ്റ്റൈലുകളുടെ ഒരു നല്ല കളക്ഷൻ ലെഫ്റ്റ് സൈഡിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റൈൽ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സർക്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ സർക്കിൾ ഷേപ്പ് എടുത്തതിന് ശേഷം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സർക്കിൾ ഷേപ്പിലേക്ക് വരും. അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഇവിടെ ഇറേസർ ടൂൾ ഉണ്ട്. അത് വെച്ച് നിങ്ങൾക്ക് ഇറേസ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ലെഫ്റ്റ് സൈഡിൽ നിന്നും ഒരു ഷേപ്പ് എനിക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു ഷേപ്പ് ചൂസ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പ് ചൂസ് ചെയ്തതിന് ശേഷം ഇവിടെ വന്ന് ഞാനിങ്ങനെ A എന്ന് ഒന്ന് എഴുതുകയാണ്. ഓക്കെ, എയുടെ ഒരു ഷേപ്പിൽ ആ ഒരു ഷേപ്പിൽ എഴുതുക. ഞാനിങ്ങനെ ഒരു A. അപ്പോൾ താഴെ നിങ്ങൾക്ക് കാണാം ABCD എന്ന് പറഞ്ഞിട്ട് എല്ലാ ലെറ്ററുകളുടെയും ഇവിടെ പ്രത്യേകം അവരിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് A എന്ന് പറയുന്നതിനകത്താണ് ഞാൻ A എഴുതിയത്. അതുപോലെ Bക്കകത്ത് വന്നതിന് ശേഷം ഞാൻ ചുമ്മാതെ അതേ സ്റ്റൈലിൽ ഒരു B എന്നുള്ളത് ചുമ്മാതെ ഇങ്ങനെ ഉണ്ടാക്കുകയാണ്. അത് ഞാൻ വെറുതെ ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ ചെയ്യുന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വൃത്തിയായിട്ട് നിങ്ങളുടെ ഒരു ആർട്ടിസ്റ്റിക്കൽ ടാലൻറ്റ് വെച്ചിട്ട് ചെയ്യാം. ഞാനൊരു ജസ്റ്റ് സാമ്പിൾ കാണിച്ചിരുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം അവിടെ വന്നിട്ട് ഞാനൊരു Bയുടെ ഒരു ഷേപ്പും ചെയ്തു. അതുപോലെ എല്ലാ ലെറ്റേഴ്സും നിങ്ങൾക്ക് ഇവിടെ നിന്ന് നിങ്ങളുടെ സ്വന്തമായ ഇഷ്ടത്തിൽ വരച്ചുണ്ടാക്കാം. ഞാനിപ്പോൾ തൽക്കാലം Aയിലും Bയിലും അവസാനിപ്പിക്കുന്നു. ദെൻ ടോപ്പിലായിട്ട് സേവ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഈ ഉണ്ടാക്കിയ ആ ലെറ്റേഴ്സുകൾ ഫോണ്ടായിട്ട് തന്നെ അവർ റെഡിയാക്കി തരും. ഓക്കെ, അതിനെ ഫോണ്ടായിട്ട് അവർ കൺവേർട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഞാൻ താൻ്റെ ആ ഫോൾഡറിൽ വന്ന് ആ ഫോണ്ടായിട്ട് ആ ഫയലിനെ ഇവിടെ ഓപ്പൺ ചെയ്തു. ഓക്കെ, ദെൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൽ uxuimania എന്ന് പറയുന്ന പുതിയ ഫോണ്ട് ഉണ്ടായിരിക്കുന്നു. അത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ ഞാൻ ഏതെങ്കിലും എൻ്റെ ഡിസൈൻ സോഫ്റ്റ്വെയർ ഞാൻ എൻ്റെ Adobe XD ഓപ്പൺ ചെയ്തിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ആ 2 ലെറ്റേഴ്സ് അല്ലേ നമ്മൾ ഉണ്ടാക്കിയുള്ളൂ. അതുകൊണ്ട് AP എന്ന് ഞാനൊന്ന് ടൈപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് എല്ലാ അക്ഷരങ്ങളും ഇതുപോലെ ഉണ്ടാക്കിയതിന് ശേഷം നോക്കാം. ഞാനിവിടെ A യും B മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് AB എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഫോണ്ട് സ്വന്തമായിട്ട് uxuimania എന്ന് പറയുന്ന ഫോണ്ടാക്കി കൊടുത്താൽ സ്കൂൾ ആ ഫോണ്ട് ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, നമ്മൾ അവിടെ
സിമ്പിളായിട്ട് വരച്ചുണ്ടാക്കിയ ഫോണ്ടായിട്ട് എഡിറ്റബിൾ ഫോണ്ടായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞു. അവിടെ വരച്ച് എന്ത് ടൈപ്പ് സ്റ്റൈൽ ഉണ്ടാക്കുന്നു അത് അതേപോലെ ഫോണ്ട് ഫോർമാറ്റിൽ വരുന്നു. എനിക്ക് എൻ്റെ സ്വന്തം പേരിൽ uxuimania എന്ന് പറയുന്ന ഒരു ഫോണ്ട് ആയി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നല്ല ടാലൻറ്റഡ് ആയിട്ട് ഫോണ്ടുകൾ വരയ്ക്കാൻ ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഡിസൈനേഴ്സിനൊക്കെ ഇനി സിമ്പിളായിട്ട് ഇതിനകത്ത് വന്ന് നിങ്ങൾക്ക് ഫോണ്ട് ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവനയിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം പേരിൽ ഒരു ഫോണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ അപ്പോൾ ഡിസൈനേഴ്സ് ഹെൽപ്പാവും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ ഡിസൈനേഴ്സിനുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.